നാശം പിടിക്കുവരെന്ന് വന്നു കയറുന്നേ. ഹലോ സർ, എല്ലാരും റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. സംഗതി ഇതുവരെ അല്ല സക്സസ്. വെരി ഗുഡ്. കിട്ടുന്ന അവസരത്തിൽ അവളെ അങ്ങ് തീർത്തേക്കണം. ആ കുട്ടി പിശാചിനെ, ആ ദിയെ. അത് ഞങ്ങൾ ഏറ്റു സർ. ഒന്നുകിൽ നീന്തൽ കുളത്തില്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക്. ആരും സംശയിക്കാത്ത വിധം അവളെ തീർത്തിരിക്കും. എടാ, നീയൊന്നും നീന്താനും ഷോക്കടിപ്പിക്കാനൊന്നും പോകണ്ട. ഒറ്റ കുത്തിന് തീർത്തേക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എത്ര തുന്നലിട്ടാലും ജീവൻ കിട്ടാത്ത സ്ഥലം നോക്കി കത്തി ഇറക്കണം. എന്നിട്ട് വിളിക്ക. പണം പറഞ്ഞതിന്റെ ഇരട്ടി ഞാൻ തരും. ശരി സർ. ഇനി ആ കുട്ടി പിശാചി ജീവിച്ചിരുന്ന രാഗി അവളെ മകളായിട്ട് വളർത്തും. അതൊരിക്കലും പാടില്ല. ഈ യാത്ര തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ വന്ദനയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. എന്തു പറ്റി? വിക്രമിന്റെ ചെലവിലുള്ള ഒരു വിനോദയാത്ര, അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. വർഷം നിർബന്ധിച്ചോണ്ടാ ഞാൻ വന്നത്. വിക്രമിന്റെ ഔദാര്യം എനിക്കും ഇഷ്ടമല്ലെന്നറിയാലോ. ഈ സാഹചര്യത്തില് വർഷയുടെ മനസ്സിനൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നി. ഒരർത്ഥത്തില് ഈ ഒരു യാത്ര ആശ്വാസമാകുന്നത് വർഷയ്ക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും കൂടിയാണ്. ഇപ്പൊ നടന്ന സംഭവങ്ങളിൽ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. വർഷയുടെ താലികെട്ട് നടക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ചില കാഴ്ചകളൊക്കെ കണ്ടതാ. വന്ദനെ, ചിലപ്പോ നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങള്. വിക്രം വർഷ ഉപദ്രവിക്കാൻ വഴിയില്ലല്ലോ. വിക്രമിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന എന്തോ ഒരു കാര്യം ഉണ്ടായി കാണും. അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാ വർഷയ്ക്കും അച്ചമ്മയ്ക്കും വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. വന്ദനയുടെ സംശയം ശരിയാവാനാണ് സാധ്യത. തൽക്കാലം വർഷയിൽ നിന്നും അച്ചമ്മയിൽ നിന്നും ഒക്കെ എല്ലാവരുടെ ശ്രദ്ധ തിരിച്ചുവിടണം. ആ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും സ്വന്തം കാശ് മുടക്കി അയാൾ ഈ വിനോദയാത്ര സംഘടിപ്പിച്ചത്. അതും ശരിയാണ്. വിക്രമിന്റെ വീട്ടിൽ ചെന്നപ്പോ നിരഞ്ജൻ എന്നൊരു ചെറുപ്പക്കാരൻ അവിടെ കണ്ടിരുന്നു. വിക്രമിന്റെ അടുത്ത സുഹൃത്താണെന്നാ പറഞ്ഞത്. ലക്ഷണം കണ്ടിട്ട് വിക്രമിനേക്കാൾ വലിയ ക്രിമിനലാണ് നിരഞ്ജൻ എന്ന് തോന്നുന്നു. അവന് വീട്ടിൽ തന്നെയാണ് താമസം. നടന്ന സംഭവങ്ങളുമായി ഈ നിരഞ്ജനും ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയായിരിക്കാം. പക്ഷേ വിക്രമിന് ഇപ്പോഴും വർഷയ്ക്ക് വലിയ വിശ്വാസമാണ്. ആ സ്ഥിതിക്ക് നമുക്ക് വെറുതെ സംശയിക്കാന്നല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഏതോ ഒരു മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ വിവാഹ വാർഷികോ. വിവാഹ വാർഷിക പരസ്യം കണ്ടപ്പോഴാ ഓർത്തത്, ഇന്ന് അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷിക. അല്ല, എന്നിട്ട് അവര് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മനഃപൂർവ്വം പറയാത്തതായിരിക്കും. അച്ഛമ്മയുടെയും വർഷയുടെയും ഈ അവസ്ഥക്കിടയില് ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചതായിരിക്കും. അതെന്തായാലും ശരിയല്ല. ഈ റിസോർട്ടിൽ വെച്ച് വെഡിങ് ആനിവേഴ്സറി ചടങ്ങ് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. എന്നാ കേക്ക് മുറിക്കാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അമ്പടി കള്ളി, ഞങ്ങള് മറച്ചു വെച്ച കാര്യം നീ എങ്ങനെ അറിഞ്ഞു? അച്ഛച്ചന്റെ മോള് വന്ദനമ്മ ഇല്ലേ, വന്ദനമ്മ പറഞ്ഞതാ. ആരെ ഒളിപ്പിച്ചാലും
വന്ദനമ്മയെ ഒളിപ്പിക്കാൻ പറ്റില്ല. അല്ലേ വന്ദനമ്മേ? അച്ഛനും അമ്മയ്ക്കും എന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്റെയും വിവാഹ മംഗളാശംസകൾ. നന്ദി മക്കളെ. വിവാഹ വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏയ് വേണ്ട, ആഘോഷങ്ങളൊന്നും വേണ്ട. ജഗ, ഇവിടെ അടുത്തൊരു കാവുണ്ട്, അപ്പൂപ്പൻ കാവ്. ആ, ഞാനിവിടെ വന്നപ്പോ ഇവിടുത്തെ റിസോർട്ടിലെ മാനേജർ അപ്പൂപ്പൻ കാവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു. വിവാഹത്തിന് മുൻപ് പ്രണയിച്ച് നടന്നിരുന്നപ്പോ അച്ഛനും അമ്മയും ഇടയ്ക്കിടെ അപ്പൂപ്പൻകാവിൽ വെച്ച് കാണാറുണ്ടായിരുന്നു. ഊർമിളാന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെ വരുമ്പോ നിങ്ങളും കാവും തമ്മില് നല്ലൊരു പൂർവ്വകാല ബന്ധമുണ്ട്. അങ്ങനെയുള്ളൊരു കാവ തൊട്ടു മുന്നിലുള്ളത്. നമ്മൾ എല്ലാവരും കൂടി ആ കാവിൽ പോകുന്നു. അച്ഛനമ്മമാരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗംഭീരമായ ഒരു പൂജയും നടത്തുന്നു. എന്താ?